പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് നാം പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുകയാണ്. റമളാനിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. നമ്മുടെ സ്ത്രീകൾ വീടകങ്ങൾ, വീട്ടുപകരണങ്ങൾ, വീട്ടിൻ്റെ പരിസരണങ്ങൾ, നമസ്കാര സാമഗ്രികൾ ഇവയെല്ലാം വൃത്തിയാക്കാനും വെടിപ്പാക്കാനും കഴിഞ്ഞ കുറേ ആഴ്ചകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഭൗതികമായി പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുമ്പോൾ ആത്മീയമായി അതിനെ വരവേൽക്കാൻ പള്ളികളും പള്ളിക്കൂടങ്ങളും തെരുവുകളും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഈ പരിശുദ്ധ റമളാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായ ഒരു സന്ദർഭമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം പെയ്തുറങ്ങുന്ന, അള്ളാഹു എല്ലാ ഐശ്വര്യങ്ങളും ഖൈറും ബർക്കത്തും കനിഞ്ഞേകുന്ന മാസം. അതുകൊണ്ടാണ് റമളാനിൻ്റെ മാസപ്പിറവി കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചത്. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ്. അല്ലാഹുവേ, ഇപ്പോൾ വരാൻ പോകുന്ന ഈ മാസം ഞങ്ങൾക്ക് എല്ലാ ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഈമാനിൻ്റെയും അതേപോലെ തന്നെ സുരക്ഷയുടെയും ഇസ്ലാമിൻ്റെയും മാസമാക്കി തരണമേ. എൻ്റെയും നിന്റെയും നാഥൻ അല്ലാഹുവാണ്. ഈ രൂപത്തിൽ പരിശുദ്ധ റമളാനിനെ വരവേൽക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ഭൗതികമായും ആത്മീയമായും അതിലേക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും നാം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില മുന്നൊരുക്കങ്ങൾ ഈ സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമാണ്. അതിനെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ മാത്രമാണ് നാം ഈ ഖുത്ബയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ ഇസ്ലാമിക ചരിത്രത്തിൽ നിർണായകമായ ഐതിഹാസികമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മാസമാണ്. പരിശുദ്ധ റമളാനിലാണ് യൗമുൽ ഫുർഖാൻ എന്ന് പറയുന്ന സത്യവും അസത്യവും വേർതിരിയുന്ന മഹത്തായ ബദർ യുദ്ധം നടന്നത്. പരിശുദ്ധ റമളാനിലാണ് ഫതഹ് മക്ക അഥവാ മക്ക വിജയം സംഭവിച്ചത്. പേർഷ്യയും ഇസ്ലാമും തമ്മിൽ നടന്ന സംഘട്ടനത്തിൽ ഖാദിസിയ സംഭവം ഉണ്ടായത് റമളാൻ മാസത്തിലാണ്. മംഗോളിയൻ വംശജർക്കെതിരിൽ ഇസ്ലാമിന് വിജയം കൈവന്നത് ഐൻ ജാലൂത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് റമളാൻ മാസത്തിലാണ്. മസ്ജിദുൽ അഖ്സായ ഫലസ്തീൻ എന്നീ പ്രദേശങ്ങളെ കുരിശി യോദ്ധാക്കളുടെ കൈകളിൽ നിന്നും മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഹുത്തീൻ നഗരത്തിൽ വെച്ചാണ് പരാജയപ്പെടുത്തിയത്. അത് റമളാൻ മാസത്തിലായിരുന്നു. 800 വർഷത്തോളം ഇസ്ലാമിക ഭരണം നീണ്ടുനിന്ന സ്പെയിനിന്റെ ഉദയം ഉണ്ടായത് റമളാൻ മാസത്തിലാണ്.
ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലെ നാഴികക്കല്ലായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വേദഗ്രന്ഥങ്ങളും ഇറക്കാൻ തിരഞ്ഞെടുത്ത മാസം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖ്യ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചു കൊടുത്ത എല്ലാ വേദഗ്രന്ഥങ്ങളും റമളാൻ മാസത്തിലായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സുഹഫ് അഥവാ ഏടുകൾ നൽകിയത് റമളാൻ 1-നാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് അല്ലാഹു നൽകിയത് റമളാൻ 6-നാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് ഇൻജീൽ അല്ലാഹു കൊടുത്തത് റമളാൻ 13-നാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ സമ്മാനിച്ചത് റമളാൻ 18-നാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതും റമളാൻ മാസത്തിലാണ്. ഖുർആനിന്റെ 3 അവതരണ ഘട്ടങ്ങൾക്കും റമളാനാണ് സാക്ഷ്യം വഹിച്ചത്. അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ വചനം ഒറ്റയടിക്ക് ലൗഹുൽ മഹ്ഫൂദിലേക്ക് അല്ലാഹു ഇറക്കിയത് നാം ഓർക്കുന്നുണ്ടാകും. ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. സുരക്ഷിതമായ ഫലകത്തിൽ അല്ലാഹു കരുതലോട് കാത്തു സൂക്ഷിച്ച പരിശുദ്ധ ഗ്രന്ഥം ഖുർആൻ. ആ ലൗഹുൽ മഹ്ഫൂദിലേക്ക് അല്ലാഹുവിന്റെ കലാം ഇറങ്ങിയത് ആദ്യത്തെ ഘട്ടം. അത് ഖുർആനിന്റെ ആദ്യത്തെ അവതരണ ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടം ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു ഇറക്കി. ഈ പ്രപഞ്ചത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയടിക്ക് പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും അധ്യായങ്ങളും ഇറക്കി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്നെല്ലാം പറയുന്ന മഹത്തായ സംഭവത്തിന്റെ പശ്ചാത്തലം ഈ രണ്ടാമത്തെ അവതരണ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് 23 കൊല്ലക്കാലം നീണ്ട പ്രവാചകത്വ ജീവിത കാലയളവിനുള്ളിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത പരിശുദ്ധ ഖുർആൻ. ഈ അവതരണങ്ങളെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഇത്തരം സംഭവങ്ങൾ അതിന്റെ കൃത്യമായ വിശദാംശങ്ങളോടുകൂടി മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി റമളാനിന്റെ മുമ്പേ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ വബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ കനിയണമേ, റമളാൻ മാസത്തിൽ ഞങ്ങളെ എത്തിക്കണമേ. നമ്മുടെ 100 കണക്കിൽ സഹോദരന്മാരും സഹോദരികളും പരിശുദ്ധ റമളാനിൽ ജീവിച്ചിരുന്നവർ ഇന്ന് നമ്മോടൊപ്പമില്ല. പരലോകത്തിലേക്ക് അവർ യാത്രയായിരിക്കുന്നു, ബർസഖിയായ ലോകത്താകുന്നു അവർ. നമ്മുടെ പ്രാർത്ഥനകൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവർ. പരിശുദ്ധ റമളാനിൽ ഞാനും നിങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ മാത്രമാകുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഘടകങ്ങൾ. മറക്കരുത് അവരെ നാം ഒരിക്കലും. കഴിഞ്ഞ കൊല്ലം നമ്മോടൊപ്പം ജീവിച്ചിരുന്ന പലരും ഇന്ന് രോഗത്തിന്റെ പിടിയിലാണ്. മാറാവ്യാധികൾ, പേരറിയുന്നതും അറിയാത്തതുമായ ധാരാളക്കണക്കിൽ രോഗങ്ങൾ. കഴിഞ്ഞ വർഷം ആരോഗ്യത്തോടുകൂടി നോമ്പ് നോൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ഈ വർഷം നോമ്പ് നോൽക്കാൻ കഴിയാതെ ഫിദിയ കൊടുക്കേണ്ടി വരുന്നവർ, ഇങ്ങനെ നാനാതരം കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് നോമ്പ് നോൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നന്ദി പ്രകടിപ്പിച്ചേ പറ്റൂ നാം അള്ളാഹുവിനോട്. എന്താ റമളാനിന്റെ പ്രത്യേകത? എല്ലാ മാസങ്ങളെയും പോലെ ഒരു മാസമാണോ റമളാൻ? അല്ല.
റമളാനിന് ഒരുപാട് സവിശേഷതകളുണ്ട്, ഒരുപാട് സവിശേഷതകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായ ഉത്സവത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ് റമളാൻ. ഓരോ കച്ചവടക്കാരും ലാഭനഷ്ടങ്ങൾ വിലയിരുത്തുകയും തങ്ങളുടെ ചരക്കുകൾ വിറ്റഴിക്കാൻ വേണ്ടി പ്രത്യേകമായ ഉത്സവ സീസൺ തയ്യാറാക്കുകയും ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ തന്റെ ദാസന്മാർ പ്രത്യേകമായ ആരാധനകൾ നടത്തി ആത്മീയമായ ഉത്കർഷത്തിന്റെ സോപാനങ്ങളിൽ വിരാജിച്ച് സ്വർഗത്തിന്റെ പടവുകൾ ഒന്നൊന്നായി കയറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന അള്ളാഹുവാണ് നമുക്ക് ഈ റമളാനിന്റെ സമ്മാനം നൽകാൻ പോകുന്നത്. അതുകൊണ്ടാണ് റമളാനിനെ വരവേൽക്കാൻ നമ്മുടെ സ്ത്രീകളും നമ്മുടെ ബഹുജനങ്ങളും നമ്മുടെ പള്ളികളും നമ്മുടെ പള്ളിക്കൂടങ്ങളും എല്ലാം മുന്നോട്ട് വരുന്നത്. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ അടയാളങ്ങളെ ആരെങ്കിലും മഹത്വവൽക്കരിച്ചാൽ, നോമ്പ്, നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ആരാധനാ കർമ്മങ്ങൾ, ഇബാദാത്തുകൾ, തറാവീഹ് നമസ്കാരം, ഖിയാമുൽ ലൈൽ, ഖുർആൻ പാരായണം, ദിക്ർ, ഇസ്തിഗ്ഫാർ, തൗബ എന്നിത്യാദി നൂറായിരം ശിആറുകളെയും അടയാളങ്ങളെയും ഒരാൾ ആദരിച്ചാൽ, അതിനെ മഹത്വവൽക്കരിച്ചാൽ, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഭക്തിയുടെ അടയാളമാകുന്നു അത്. അല്ലാഹുവിനെ ബഹുമാനിക്കുന്നു നാം, ഇസ്ലാമിനെ ആദരിക്കുന്നു നാം. ഇസ്ലാമിന്റെ ഓരോ ചിഹ്നവും നമ്മുടെ മനസ്സിൽ അമൂല്യമാണ്, വിലപ്പെട്ടതാണ്. അതിന്റെ ബഹിസ്ഫുരണമാണ് നമ്മുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ കാണാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, അടുത്ത ആഴ്ച വരുമ്പോൾ ഈ പള്ളിയുടെ അകം ഇതുപോലെയാവില്ല. റമളാനിലെ പകലുകളും പാതിരാവുകളും ആരാധനകളാൽ സമ്പന്നമായിരിക്കും, സമൃദ്ധമായിരിക്കും. പള്ളികൾ നിറഞ്ഞൊഴുകും, ഇബാദത്തുകൾക്ക് ആൾക്കാർ ഉത്സുകരായിരിക്കും. ജുമുഅക്കും ജമാഅത്തിനും ആയിരക്കണക്കായ ആളുകൾ വർദ്ധിതമായ രൂപത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ആത്മീയമായ ഉത്കർഷത്തിന്റെ സോപാനങ്ങളിൽ സത്യവിശ്വാസികളായ സഹോദരന്മാരും സഹോദരികളും കയറിക്കൂടുന്ന സുവർണമായ ഈ രാവുകളിലും പകലുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ കാരുണ്യം ഈ ലോകത്തേക്ക് പെയ്തിറക്കുകയാണ്. നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാകുന്നു ഇത്. പാപികളാകുന്നു നാം, തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയും ധാരാളം ചെയ്തു പോയി. പക്ഷേ തന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ അല്ലാഹു നമ്മുടെ മുമ്പിൽ തുറന്നിടുകയാണ്. സ്വർഗത്തിലേക്ക് നമ്മെ മാടി വിളിക്കുകയാണ്. അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തുൽ ലിമാ ബൈനഹുന്ന മജ്തനിബത്തിൽ കബായിർ. നബി തിരുമേനി പറഞ്ഞതാണ്. എന്താ, എനിക്കും നിങ്ങൾക്കും സന്തോഷം പകരേണ്ട ശുഭവാർത്തയാണിത്. 5 നേരത്തെ നമസ്കാരം, 5 നേരത്തെ നമസ്കാരം, ഒരു ജുമുഅ മുതൽ മറ്റേ ജുമുഅ വരെയുള്ള ദിവസങ്ങൾ, ഒരു റമളാൻ മുതൽ മറ്റേ റമളാൻ വരെയുള്ള സന്ദർഭം, അവക്കിടയിലുള്ള എല്ലാ ചെറിയ കുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു പൊറുക്കും. വലിയ വലിയ കുറ്റങ്ങൾ ഒഴികെ ചെറുതായതെല്ലാം അല്ലാഹു പൊറുക്കും ഈ കർമ്മങ്ങൾ കൊണ്ട്. ജുമുഅക്ക് വന്നാൽ, ജമാഅത്തിൽ പങ്കെടുത്താൽ, നമസ്കരിച്ചു കഴിഞ്ഞാൽ, റമളാനിൽ നോമ്പ് നോറ്റാൽ നമ്മുടെ ചെറിയ ചെറിയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. നമുക്ക് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. എന്താണ് ഈ റമളാനിന്റെ പ്രത്യേകത? ഖുർആനുമായി ബന്ധപ്പെട്ടതാകുന്നു റമളാൻ. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാകുന്നു റമളാൻ. എന്താണ് ഖുർആൻ? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള സന്മാർഗ രേഖയാകുന്നു അത്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗത്തിന്റെയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുടെയും തെളിവുകൾ അതിലുണ്ട്. വൽ ഫുർഖാൻ, സത്യമേതാണ് അസത്യമേതാണ്, ധർമ്മമേതാണ് അധർമ്മമേതാണ്, സ്വർഗത്തിന്റെ വഴിയേതാണ് നരകത്തിന്റെ വഴിയേതാണ് എന്ന് വ്യക്തമായ രൂപത്തിൽ വിശദീകരിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു, ഈ മാസത്തിൽ ആരെങ്കിലും സന്നിഹിതരായാൽ അവർ നോമ്പ് നോൽക്കണം.
നോമ്പ് നോൽക്കണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിന് നന്ദി പ്രകാശനമായി കൊണ്ട് നോമ്പ് നോൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു റമളാനിന്റെ തലേ ദിവസം രാത്രി സഹാബിമാരെ സംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിലെ ഒരു ഭാഗം ഞാൻ ഉദ്ധരിക്കാം. നബി തിരുമേനി വലിയ വലിയ മണിക്കൂറുകൾ പ്രസംഗിച്ചിട്ടില്ല. ഒരു സന്ദർഭത്തിൽ മാത്രമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മരണത്തിന്റെയും മരണാനന്തര ജീവിതത്തിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചത്. സഹാബിമാർ തേങ്ങി തേങ്ങി കരഞ്ഞു. തങ്ങളുടെ തലക്ക് മുകളിൽ പറവകൾ പറന്നുപോയേക്കുമോ എന്ന് പേടിച്ചത്രയും കരുതലോടുകൂടി പള്ളിയിൽ ഇരുന്നു കണ്ണീർ വാർത്തു. ദീർഘമായ പ്രഭാഷണമായിരുന്നു അത്. മറ്റ് പ്രഭാഷണങ്ങൾ 5-6 മിനിറ്റാണ് അധികം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ, പ്രഭാഷണങ്ങൾ ചരിത്രത്തിലുണ്ട്. അതിൽ ഒരു ശഅബാനിലെ അവസാന ദിവസം രാത്രി നബി തിരുമേനി നടത്തിയ പ്രഭാഷണത്തിലെ ഭാഗം ഞാൻ ഉദ്ധരിക്കാം. അത്താക്കും റമളാൻ. സഹാബിമാരെല്ലാവരും ഉള്ള സദസ്സാണ്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്. അത്താക്കും റമളാൻ. റമളാൻ ഇതാ ആസന്നമായിരിക്കുന്നു. ശഹ്റു ബറക, ബർക്കത്തിന്റെ മാസമാണിത്. ശരിയല്ലേ? ബർക്കത്തല്ലേ? ഏത് വീട്ടിലാ പട്ടിണി? ഏത് വീട്ടിലാ കഷ്ടപ്പാട്? ഏത് വീട്ടിലാണ് അരിയാഹാരമില്ല ഇല്ലാത്തത്? ആരുടെ കയ്യിലാണ് കാശില്ലാത്തത്? സദഖയായും സക്കാത്തായും സക്കാത്തുൽ ഫിത്റായും നമ്മുടെ കയ്യിൽ വന്നു ചേരുന്നില്ലേ അള്ളാഹുവിന്റെ വിഭവങ്ങൾ? ബർക്കത്തല്ലേ അത്? ശഹ്റു ബറക, ബർക്കത്തിന്റെ മാസമാണത്. ബർക്കത്തിന്റെ മാസം. ആ മാസത്തിൽ ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കും. ചോദിക്കുന്ന ഒരുത്തിനെയും നാം തിരിച്ചയക്കില്ല, വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും. ശഹ്റു ബറക, ബർക്കത്തിന്റെ മാസമാണത്. യഖ്ശാകുമുല്ലാഹു ഫീഹി, ഈ മാസത്തിൽ അള്ളാഹു നിങ്ങളെ ഇങ്ങനെ ആശീർവദിക്കും. ഫയുൻസിലുർ റഹ്മ, അവന്റെ കാരുണ്യം അവൻ ഇറക്കും. വയഹത്തുൽ ഖതായ, പാപങ്ങൾ അവൻ മായിച്ചു കളയും. വയസ്തജീബു ദുആ, പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം തരും. യൻദുറുല്ലാഹു ഇലാ തനാഫുസികും ഫീഹി, ഈ മാസത്തിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരങ്ങൾ അല്ലാഹു നിരീക്ഷിക്കും. നിങ്ങൾ ഓരോരുത്തരും എത്ര ജുമായിൽ പങ്കെടുത്തു, എത്ര ജമാഅത്തിൽ പങ്കെടുത്തു, എത്ര പ്രാവശ്യം ഖുർആൻ ഓതി തീർത്തു, എത്ര സദഖ കൊടുത്തു, സക്കാത്ത് കൊടുത്തു, എത്ര ഇസ്തിഗ്ഫാർ നടത്തി, തൗബ ചെയ്തു, എല്ലാം അല്ലാഹു നിരീക്ഷിക്കും. വയുബാഹി ബികുമുൽ മലായിക, വയുബാഹി ബികുമുൽ മലായിക, നിങ്ങളെ ചൂണ്ടിക്കൊണ്ട് അല്ലാഹു മലക്കുകളോട് പെരുമ നടിക്കും. പണ്ട് ആദമിനെ ഞാൻ സൃഷ്ടിക്കാൻ പോയപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, രക്തം ചിന്തുകയും കഴുത്തറുക്കുകയും ചെയ്യുന്ന ആളുകളെ ഭൂമിയിൽ പാർപ്പിക്കുകയാണോ പടച്ചവനെ എന്ന്. ഞാൻ ഇതാ ഭൂമിയിൽ ഒരു ഖലീഫയെ വാഴിക്കാൻ പോകുന്നു എന്ന് അള്ളാഹുവായ ഞാൻ പറഞ്ഞപ്പോൾ മലക്കുകളായ നിങ്ങൾ പറഞ്ഞില്ലേ, എന്തിനു വേണ്ടിയാണ് ആ ആളുകളെ സൃഷ്ടിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യം എനിക്കറിയാം. നോക്കൂ, ലോകത്തേക്ക് നോക്കൂ, ദുനിയാവിലേക്ക് നോക്കൂ. എന്റെ ദാസന്മാർ ലോകത്തിലെ നാനാഭാഗത്തും റമളാനിൽ ഏത് രൂപത്തിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, പകലുകളും പാതിരാവുകളും ഏത് രൂപത്തിൽ അവർ കഴിച്ചു കൂട്ടുന്നു. പകലുകൾ നോമ്പിനാൽ സമ്പന്നമാണ്, രാത്രികൾ നമസ്കാരത്താൽ നിർഭരമാണ്. പ്രാർത്ഥനകളും ദിക്റുകളുമാകുന്നു ആ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നത്. അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി ജനങ്ങൾ ഒന്നടങ്കം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാസമാകുന്നു ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ചൂണ്ടിക്കൊണ്ട് പെരുമ നടിച്ചുകൊണ്ട് പറയും. ഫഅറുല്ലാഹ ഫീ അൻഫുസികും ഖൈറാ, അതിനാൽ നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങളിൽ നന്മ കാണാൻ ഇടവരുത്തണം. നിങ്ങളെ കാണുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തോന്നണം, ഇവർ റമളാനെ ആദരിച്ചവരാണ്, എന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടവരാണ് എന്ന്. ഈ റമളാൻ മാസം ഒരു ചെറിയ മാസമല്ല. നന്മകൾ ചെയ്യാൻ അനുകൂലമായ സാഹചര്യമാകുന്നു ഇത്. തെറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് നന്മയിലേക്ക് വരാം. പുകവലിക്കാർക്ക് പുകവലി ഒഴിവാക്കാം.
ആരോഗ്യം സംരക്ഷിക്കുന്ന ആളുകൾക്ക് ആരോഗ്യത്തിലേക്ക് മടങ്ങാം. 11 മാസം ദഹനേന്ദ്രിയങ്ങൾക്ക് വിശ്രമം കൊടുക്കാത്ത ആളുകൾക്ക് 1 മാസം ചിട്ടയോടുകൂടി ഭക്ഷണം കഴിച്ച് ദഹനേന്ദ്രിയങ്ങൾക്കും ആമാശയത്തിനും വിശ്രമം നൽകിക്കൊണ്ട് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാം. സൂമു തസ്തിഹു, നോമ്പ് നോൽക്കൂ, നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും. മറ്റു മതങ്ങളിൽ ഉള്ളതുപോലെയുള്ള ഉപവാസമല്ല ഇത്. ഇതൊരു പ്രത്യേകമായ രീതിയാണ്. ആത്മീയമാണ് ഇതിന്റെ ഉള്ളടക്കം. ആരോഗ്യത്തിന് വേണ്ടിയല്ല നോമ്പ് നോൽക്കുന്നത്, സ്വർഗം ലഭിക്കാൻ വേണ്ടിയാ. സ്വർഗം ലഭിക്കും, സംശയിക്കണ്ട. ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുദ്സിയായ ഹദീസ്, എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ടല്ലേ. സ്കാലത്തിന് ഇത്ര, സക്കാത്തിന് ഇത്ര, ഹജ്ജിന് ഇത്ര, ശരിയല്ലേ? എല്ലാത്തിനും 770 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം അല്ലാഹു ഓഫർ ചെയ്തിരിക്കാം. പക്ഷെ നോമ്പിന്റെ കാര്യം അതല്ല. നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടില്ല. എത്രയാണ്? അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. യദഉ ശറാബഹു വ തആമഹു മിൻ അജലി, എനിക്ക് വേണ്ടിയാണ് അവൻ ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത്. എനിക്ക് വേണ്ടിയാണ് അവന്റെ ശരീരത്തിന്റെ കാമനകൾ അവൻ മാറ്റിവെക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മുടെ വീട്ടിലെ ചെറിയ പൈതക്കുട്ടികൾ, 5, 6, 7 വയസ്സുള്ള മക്കൾ പോകട്ടെ, നമ്മളൊക്കെ തന്നെയും ഈ കഠിന വേനലിൽ ദൂരയാത്ര കഴിഞ്ഞ് ഒരിറ്റ് വെള്ളമെങ്കിലും അണ്ണാക്ക് ഒന്ന് നനയ്ക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാശിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് 1 മണിക്കോ 2 മണിക്കോ തിരിച്ചു വരുന്നു. നമ്മുടെ മുറിയിൽ നല്ല ശീതീകരിച്ച വെള്ളമുണ്ട്. ഒരിറക്ക് കുടിച്ചാൽ മതി, ദാഹം പമ്പ കടക്കും, ക്ഷീണമകലും. ഒരു കുഞ്ഞും കാണാനില്ല. പക്ഷേ നമ്മൾ ആരെങ്കിലും അതിന് മുതിരുമോ? ആരും മുതിരില്ല. കാരണം ആരും കണ്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് നാം ആ വെള്ളം കുടിക്കാത്തത്. ഈ ബോധം വർഷം മുഴുവൻ നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നോമ്പ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ നീ ഇബാദത്ത് ചെയ്യുക, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നും അവന്റെ ഉറങ്ങാത്ത കണ്ണുകൾ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നും ബോധ്യത്തോടു കൂടി ഇബാദത്ത് ചെയ്യുക. ഇതാണ് ചെറിയ കുട്ടികൾ, സ്ത്രീകൾ, വൃദ്ധന്മാർ, യുവാക്കൾ, യുവതികൾ എല്ലാം ഈ ചിന്തയുള്ളവരാണ്. നോമ്പ് മുറിക്കുന്ന ഒരു പണിയും അവർ ചെയ്യില്ല. നിങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ലോകത്ത് ആരാ അറിയാൻ? വത്സലയായ ഉമ്മ, മക്കളുടെ കഷ്ടപ്പാടിൽ വേദനിക്കുന്ന ഉമ്മ, 5 വയസ്സായ തന്റെ കുഞ്ഞ് നോമ്പ് തിടിച്ച് അവശമാകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ആരും അറിയാതെ ആ കുഞ്ഞിനെ കൊടുക്കില്ല. കുഞ്ഞ് വിശന്ന് പൊരിഞ്ഞ് കരഞ്ഞാലും ഉമ്മ കൊടുക്കില്ല. ഉമ്മ കൊടുത്താലും കുഞ്ഞ് കുടിക്കില്ല. അതാണ് നോമ്പ്. അതാണ് അല്ലാഹു പറഞ്ഞത്, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. അന അജ്സി ബിഹി, ഞാനാണ് അതിന് കൂലി കൊടുക്കുക. നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ അറിയിച്ചു കൊടുത്തിട്ടില്ല. നോമ്പിന്റെ പ്രതിഫലം അല്ലാഹുവാണ് കൊടുക്കാൻ പോകുന്നത്. ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നോമ്പുകാരായ ആളുകൾ റയ്യാൻ എന്ന വാതിൽ കൂടിയാണ് കടക്കുക. അത്രയും പ്രധാനമാണ് നോമ്പ്. ഈ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ പിശാചുക്കളും ചങ്ങലക്കിടപ്പെടും. എല്ലാ പിശാചുക്കളും, സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും ഇങ്ങനെ മലർക്ക തുറന്നിടും. ഒരു വാതിൽ പോലും അല്ലാഹു അടയ്ക്കില്ല. നരകത്തിന്റെ എല്ലാ വാതിലുകളും അല്ലാഹു അടച്ചുപൂട്ടും. ഒരു വാതിൽ പോലും തുറന്നു വെക്കില്ല. ആകാശത്തിൽ നിന്നും ഒരു വിളിയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയൽ ശർ അഖ്സിർ. നന്മ തേടുന്നവനെ വരൂ, നിനക്ക് നല്ല അനുകൂലമായ അന്തരീക്ഷമാണ്. വരൂ, പള്ളിയിലേക്ക് വരൂ, വീട്ടിലിരുന്ന് നമസ്കരിക്കൂ, ഓതൂ, ഖിറാഅത്ത് നടത്തൂ, തൗബ ചെയ്യൂ, ഇസ്തിഗ്ഫാർ നടത്തൂ, സദഖ ചെയ്യൂ, സക്കാത്ത് കൊടുക്കൂ, നല്ല പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കൂ, കുടുംബ ബന്ധങ്ങൾ ചാർക്കൂ, പിണക്കങ്ങൾ ഒഴിവാക്കൂ, സാമ്പത്തിക ബന്ധം നന്നാക്കൂ.
100 കാര്യങ്ങളാണ്. പറ്റിയ സന്ദർഭമാവാ. പിണക്കണ്ടോ? തീർത്തോളൂ. ബന്ധുക്കൾ തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, കൂടപ്പിറപ്പുകൾ തമ്മിൽ പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടോ? ചെന്നിട്ട് പറയൂ സലാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അതോടുകൂടി നിങ്ങളുടെ ബാധ്യത അവസാനിച്ചു. നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഇല്ലെങ്കിലോ നമ്മുടെ നമസ്കാരം വെറുതെയാണ്, നോമ്പ് വെറുതെയാണ്, ആരാധനാ കർമ്മങ്ങൾ വെറുതെയാണ്. തിങ്കളും വ്യാഴവും ദിവസങ്ങളിൽ മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വ്യക്തികളുടെ കർമ്മങ്ങൾ പെൻഡിങ്ങിൽ വെക്കാൻ ആജ്ഞാപിക്കും. മലക്കുകൾ ചോദിക്കും, എന്താ പടച്ചവനെ അങ്ങനെ? അള്ളാഹ് പറയും, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അവനും അയാൾക്കുമിടയിൽ ചില പിണക്കങ്ങൾ ഉണ്ടായിരുന്നു, അത് തീർത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടാ മതി. ആ പിണക്കങ്ങൾ തീർത്തിട്ട് മതി ഈ കർമ്മങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഞാനും നിങ്ങളും ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കണം, നമ്മുടെ നോമ്പ് സ്വീകാര്യമാവുന്ന മാനസികാവസ്ഥയിലാണോ നാം? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആ അവസ്ഥയിലേക്ക് പുരോഗമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പഴയ പോരും വഴക്കും വക്കാണവും പിണക്കും അസ്വാരസ്യങ്ങളും അതേ രൂപത്തിൽ തന്നെയാണോ നാം കൊണ്ടു നടക്കുന്നത്? ചിന്തിക്കണം, തിരുത്തണം. ധൈര്യത്തോടുകൂടി തിരുത്തിക്കൊള്ളൂ. അതിൽ യാതൊരു അഹങ്കാരവും ആവശ്യമില്ല. പിണങ്ങി നിൽക്കുന്നവരോട് പോയി സലാം പറയൂ, അവർ മടക്കും. ഒന്ന് പുഞ്ചിരിക്കൂ, മന്ദഹാസം തിരിച്ചു തരും. നിങ്ങൾക്ക് ഇരുകൂട്ടർക്കും സ്വർഗത്തിലെ വാതിലുകൾ അള്ളാഹു തുറന്നു തരും. ഇരുകൂട്ടരുടെയും കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും. അതല്ലേ വേണ്ടത്? അതിന് വിനയം വേണം. അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചവന്റെ അന്തസ് അള്ളാഹു ഉയർത്തിയിട്ടേയുള്ളൂ. അള്ളാഹ്ക്ക് വേണ്ടി ആരും തോൽക്കൂല. കുറെ കാലമായില്ലേ ഞങ്ങൾ ഇങ്ങനെ പിണങ്ങി നടക്കുന്നു, വർഷങ്ങളായില്ലേ? പിന്നെ എങ്ങനെയാ ഇപ്പൊ പോയിട്ട് ഒരു സലാം പറഞ്ഞ് നന്നാവില്ലേ? കൂട്ടാക്കരുത്. പിശാചാകുന്നു നിങ്ങളെ അത്തരം കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നത്. സ്വർഗാവകാശിയാവണം നിങ്ങൾക്കെങ്കിൽ എല്ലാ അഹങ്കാരങ്ങളും പൊങ്ങച്ചവും അഹന്തയും ഈഗോവും കൈയൊഴിച്ചുകൊണ്ട് സലാം പറയാൻ. റസൂല് പറയാണ്, ഒരു സത്യവിശ്വാസിക്കും മറ്റൊരു സത്യവിശ്വാസിയോട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പറ്റൂല. അങ്ങനെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? കാസർഗോഡ് അങ്ങാടിയിൽ വെച്ച് ഇയാൾ അയാളെ കാണും, മുഖം തിരിച്ചു കളയും. കല്യാണ പന്തലിൽ വെച്ച് ഈ പെണ്ണ് ആ പെണ്ണിനെ കാണും, മുഖം തിരിച്ചു കളയും. ഇതല്ലേ സംഭവിക്കുക? കണ്ട ഭാവം നടിക്കില്ല, ഒരു മുഖം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളയും. റസൂല് പറയാണ്, ഈ 2 വ്യക്തികളിൽ ഏറ്റവും ഉത്തമനാരാണെന്ന് അറിയാമോ? അല്ലദീ യബ്ദഉ ബിസ്സലാം. എല്ലാ ഈഗോവും പൊങ്ങച്ചവും കൈയഴിച്ചുകൊണ്ട് ആരാണോ ആദ്യം സലാം പറയുന്നത് അവനാകുന്നു ഈ 2 പേരിൽ ഏറ്റവും ഉത്തമൻ. അതിന് കഴിയണം. റമദാൻ മാസത്തിൽ അത് കഴിയണം. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ പറ്റിയ മാസമാണ് റമദാൻ. നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്നത് വരെയുള്ള ഒരു വേളയുണ്ട്. ആ സമയത്തിനുള്ളിൽ അയാൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയും അള്ളാഹു തള്ളിക്കളയില്ല. മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന, പ്രവാസികളായ മക്കൾ നിങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നത് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു തള്ളിക്കളയില്ല. സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കണം, നോമ്പ് തുറക്കുന്നതിന്റെ അല്പം മുമ്പുള്ള സമയം, ഇഫ്താറിന്റെ മുമ്പുള്ള 10-15 മിനിറ്റ് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ സമയമാണ്. ആ സമയത്താണ് സ്ത്രീകളൊക്കെ അടുക്കളയിൽ ഭയങ്കര ബിസിയായിരിക്കും. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഫൈൻ ട്യൂണിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ അവസാനത്തെ പണികളിലുമായിരിക്കും സ്ത്രീകൾ. പക്ഷേ പുരുഷന്മാരുടെ ദുനിയാവിന് വേണ്ടി തങ്ങളുടെ ആഖിറത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. അല്പം പ്ലാനിങ്ങും ആസൂത്രണവും ഉണ്ടെങ്കിൽ ഇഫ്താറിന്റെ ഒരു 10 മിനിറ്റ് മുമ്പേ നിങ്ങൾക്ക് ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒളുവെടുത്ത് നമസ്കാര പായിൽ വന്ന് ഖിബിലക്ക് നേരെ അഭിമുഖീകരിച്ച് പ്രാർത്ഥനകൾ നടത്താം. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു റമളാൻ മാസത്തിൽ ഇഫ്താറിന്റെ അല്പസമയം മുമ്പ് തന്റെ ഭാര്യയെയും മക്കളെയും അരികത്ത് വിളിച്ചുകൊണ്ട് പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തും. ഇഫ്താറിന്റെ സമയത്ത് നമ്മൾ ശീലമാക്കണം. അതിൽ അന്ധവിശ്വാസമല്ല, ബിദ്അത്തല്ല, നമ്മുടെ പൂർവികരായ ആളുകൾ ചെയ്തിട്ടുള്ള മഹത്തായ ഒരു പാരമ്പര്യമാണ്. നഷ്ടപ്പെടുത്തരുത്. നോമ്പുകാരന് നോമ്പ് മുറിക്കുന്നത് വരെ
അള്ളാഹു തള്ളിക്കളയാത്ത ഒരു പ്രാർത്ഥനയുടെ അസ്ലുവ വരദാനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. നിസ്സാരമല്ല വിഷയം. പരിശുദ്ധ ഖുർആനിൽ ഇത്തരം നന്മകൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ആയത്തുകൾ ഒരുപാടുണ്ട്. ഒരുപാട് ഉദ്ധരിക്കാൻ സമയമില്ല. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊള്ളട്ടെ. ഒന്ന്, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്ന ആളുകൾ ദുനിയാവ് വാരിക്കൂട്ടാൻ വേണ്ടിയല്ല മത്സരിക്കേണ്ടത്, സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള മത്സരത്തിലാണ് ഏർപ്പെടേണ്ടത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങളുടെ നാഥന്റെ മഗ്ഫിറത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരപൂർവ്വം മുന്നേറണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന എന്നും പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയാണ്. ആ നിലക്ക് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അസുലഭമായ സന്ദർഭമാകുന്നു പരിശുദ്ധ റമദാൻ. പരിശുദ്ധ റമദാൻ അങ്ങനെയാ. കച്ചവടക്കാർക്ക് അവരുടെ പ്രത്യേകമായ സീസൺ ഉള്ളതുപോലെ സത്യവിശ്വാസികളായ ആളുകളുടെ ആരാധനാ സീസൺ, ഇബാദത്തിന്റെ സീസണായി. ഒന്നിന് 10 കൂലി, ഒന്നിന് 70,000 കൂലി, ഓരോ ചെറിയ സുന്നത്തിനും ഒരുപാട് ഫർദുകൾ ചെയ്ത കൂലി. ഇത് ക്ഷമയുടെ മാസമാണ്, സഹാനുഭൂതിയുടെ മാസമാണ്, തൗബയുടെ മാസമാണ്, ഖുർആനിന്റെ മാസമാണ്, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, സദഖയുടെയും സകാത്തിന്റെയും മാസമാണ്, പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്ന മാസമാണ്. നഷ്ടപ്പെടുത്തരുത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ മിമ്പറിന്റെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോഴും ആമീൻ 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 എന്ന് പറഞ്ഞു. സഹാബികൾ ചോദിച്ച റസൂലെ, എന്താ ഇങ്ങനെ ആമീൻ ആമീൻ എന്ന് പറയുന്നത്? ഞങ്ങൾ കേട്ടല്ലോ നിങ്ങൾ ആമീൻ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഈ മെമ്പറിന്റെ പടവ്, ഒന്നാമത്തെ പടവ് കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒരു പ്രാർത്ഥന നടത്തി. എന്താ പ്രാർത്ഥന? റഹിമ അൻഫു സുമ്മ റഹിമ അൻഫു സുമ്മ റഹിമ അൻഫു മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബർ ഫലം യദ്ഖുലിൽ ജന്ന. നശിച്ചു നശിച്ചു നശിച്ചു. ആരാ? വാർദ്ധക്യം പ്രാപിച്ച മാതാപിതാക്കന്മാർ ജീവിച്ചിരുന്നിട്ടും അവർ മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തവൻ നശിച്ചു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാകുന്നു. രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, റഹിമ അൻഫു സുമ്മ റഹിമ അൻഫു സുമ്മ റഹിമ അൻഫു മൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക. മുഹമ്മദേ, നശിച്ചു നശിച്ചു നശിച്ചു. ആരാ? നിന്റെ പേര് പറയപ്പെട്ടിട്ടും ആ സദസ്സിൽ വെച്ച് നിന്റെ പേരിൽ സലാത്തും സലാമും ചൊല്ലാത്തവർ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആമീൻ എന്ന് ഞാൻ പറഞ്ഞു. മൂന്നാമത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, റഹിമ അൻഫു സുമ്മ റഹിമ അൻഫു സുമ്മ റഹിമ അൻഫു മൻ ദഖല അലൈഹി റമളാൻ ഫലം യുഗ്ഫർ ദംബുഹു. റമളാനിൽ ജീവിക്കാൻ ഭാഗ്യമുണ്ടായിട്ടും പാപങ്ങൾ പൊറുപ്പിക്കാൻ കഴിയാത്തവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, യുവാക്കളെ, യുവതികളെ, കുട്ടികളെ, നമുക്ക് ഈ റമളാനിലെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തരുത്. റമളാനിന് വേണ്ടി നാം പ്ലാൻ ചെയ്യണം, കൃത്യമായ ആസൂത്രണം ചെയ്യണം. 30 ദിവസങ്ങൾ ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് കൃത്യമായ കണക്കുകൂട്ടൽ വേണം. ഖുർആൻ പാരായണം അറിയാത്തവർ പാരായണം ചെയ്ത് പഠിക്കണം. പാരായണം അറിയുന്നവർ തജ്വീദ് പഠിക്കണം. ഇത് രണ്ടും അറിയുന്നവർ ഖുർആനിന്റെ അർത്ഥം ഗ്രഹിക്കണം. അർത്ഥം ഗ്രഹിക്കുന്നവർ തഫ്സീറുകൾ വെച്ച് ആശയം മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ അറിയുന്നവർ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരിൽ ഉയരുന്ന വെല്ലുവിളികളെയും ഖുർആനിനെതിരിൽ ഉയരുന്ന പോർവിളികളെയും മനസ്സിലാക്കി ഇത്തരം എല്ലാത്തരം വെല്ലുവിളികളെയും പോർവിളികളെയും ബുദ്ധിപരമായും യുക്തിഭദ്രമായും നേരിടാൻ ആവശ്യമായ വൈജ്ഞാനികമായ മൂലധനം സംഭരിക്കണം. പരിശുദ്ധ റമളാനിൽ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കണം, ഖുർആനിലേക്ക് മടങ്ങണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം. ഹദീസിന്റെ ഗ്രന്ഥം വായിക്കണം. ചരിത്രത്തിന്റെ സീറത്ത് നബി വായിക്കണം, പഠിക്കണം. ഒരു ദിവസം ഒരു ഹദീസെങ്കിലും കൂടിയിരുന്ന് നിങ്ങളും മക്കളും കൂടിയിരുന്ന് പഠിക്കൂ. റിയാദുസ് സാലിഹീൻ പോലെയുള്ള, നബവി ഇമാമിന്റെ അർബഈൻ നവവിയ്യ പോലെയുള്ള ഹദീസുകൾ, ഒരു ഹദീസെങ്കിലും ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കൂ. കുട്ടികളെയും പെണ്ണുങ്ങളെയും എല്ലാം വിളിച്ചിട്ട് ആത്മീയമായ അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാവട്ടെ.
സിനിമകൾക്കും സോഷ്യൽ മീഡിയകൾക്കും നമുക്ക് അവധി കൊടുക്കാം, പരമ്പരകൾക്കും സീരിയലുകൾക്കും അവധി കൊടുക്കാം. ഒരു പുതിയ ജീവിതം നമുക്ക് ശീലിക്കാം. 2024 ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട പദം ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന പദം. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയാണ് ഇത് പറഞ്ഞത്. ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് അർത്ഥം ഞാൻ പറയണോ? പുതിയ കുട്ടികളോട് അറിയാലോ. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കം ചീഞ്ഞു പോവുക എന്നർത്ഥം. തലച്ചോറ് അഴുകിപ്പോവുക, തലച്ചോറ് ചീഞ്ഞു പോവുക. എന്താ അർത്ഥം? പുതിയതൊന്നും പഠിക്കാനും വായിക്കാനും കുട്ടിക്ക് നേരില്ല. കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഓരോ ചപ്പ് ചവറുകൾ കണ്ടിട്ട് ശരാശരി 6 മണിക്കൂറെങ്കിലും ദിവസം മൊബൈൽ ഫോണിൽ ചെലവഴിക്കാം. ഒരു പുതിയ വിജ്ഞാനവും തരില്ല, ഒരു പുതിയ അറിവും നിങ്ങൾക്ക് സമ്മാനിക്കില്ല. അത് തരുന്ന ഇൻപുട്ടുകൾ നിങ്ങളുടെ തലച്ചോറിലിട്ട് ഇങ്ങനെ കറങ്ങുക എന്നല്ലാതെ കണ്ട് മനുഷ്യനായി ജീവിക്കാനും ബുദ്ധിപരമായി ചിന്തിക്കാനും നന്മയുടെ വഴിയിലേക്ക് മുന്നേറാനും അതിനുള്ള അവസരങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് തരില്ല. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കം അഴുകി ചീഞ്ഞു പോകല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ തലച്ചോർ ഇങ്ങനെ അഴുകാൻ വിട്ടുകൂടാ. നമ്മുടെ തലച്ചോറിന്, നമ്മുടെ മസ്തിഷ്കത്തിന് പരിശുദ്ധ ഖുർആനിന്റെ പശിമ നൽകണം, പരിശുദ്ധ ഖുർആനിന്റെ വളക്കൂറ് നൽകണം, പരിശുദ്ധ ഖുർആനിന്റെ വെള്ളവും വളവും നൽകണം. അങ്ങനെ നല്ല നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ ബുദ്ധി ഉൽപ്പാദിപ്പിക്കട്ടെ. അതിനുള്ള സന്ദർഭമാക്കാൻ ഈ പരിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا وأستغفر الله لي ولكم وللمؤمنين فاستغفروه إنه هو الغفور الرحيم.